ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഒരു 1.5 വർഷമായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ട്, ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് കിടന്നിടത്തായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പോയി നമ്മള് ഒരു അസുഖം ബാധിച്ച ഒരാളെ കാണാനായിട്ട് പോവല്ലോ, അവരെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത ശേഷം ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് എന്ന് പറഞ്ഞു. അന്നേരം പറയാണ്, എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, കൈയും കാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിറയ്ക്കാം, ഈ കിടന്നിട്ടും ഒരു അസ്വസ്ഥത പോലെ, കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ തീരെയില്ല. പിന്നെ മാനസികമായിട്ട് സ്ട്രെസ്സായി. കാരണം പല പല ചിന്തകളായി അവർക്ക്. ഇനി എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഡോക്ടർക്ക് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, 95 എന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ MMC എന്ന് പറഞ്ഞ കൊയിലാണ്ടി MMC എന്ന ഹോസ്പിറ്റലാണ് ഇവർ കാണിക്കുക. മാസത്തിൽ 6000 രൂപ വെച്ചിട്ടാണ് അവരവിടെ ഡോക്ടർക്ക് കാണിക്കുമ്പോൾ കൊടുക്കുന്നത്, മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞ 6000 രൂപയല്ലേ നിങ്ങൾ കൊടുക്കുന്നത്, അതിലൊരു 3500 രൂപ നിങ്ങൾ ഒന്ന് ഇത് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇത് ചെറിയ തരത്തിലുള്ള പ്രൊഡക്റ്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്നെ വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ താമസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കമ്പനി റേറ്റിന് ഞാൻ നിങ്ങൾക്ക് സാധനം തരാം, നിങ്ങളെ അസുഖമാണ് നമുക്കിപ്പം പ്രധാനം എന്ന് പറഞ്ഞു. അങ്ങനെ ID ചെയ്തില്ല, പക്ഷെ പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തു. പ്രൊഡക്റ്റ് കൊടുത്തതിൽ അതവർ കഴിക്കാൻ, ഞാൻ പറഞ്ഞ രീതിയിൽ അവർ കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഞാൻ സ്ട്രെസ്സിന്റെ ക്യാപ്സൂളും കൊടുത്തു. അവർ മാനസികമായിട്ട് വളരെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാലും ആവട്ടെ എന്നുള്ള രീതിയിൽ അവരെന്നോട് പറഞ്ഞു, ആ മോള് തന്നതല്ലേ, ഞാൻ വാങ്ങി കഴിക്കാന്ന് പറഞ്ഞിട്ട് അതവര് വാങ്ങി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വാങ്ങി 10 ദിവസത്തിനുള്ളിൽ അവർക്ക് റിസൾട്ട് വരാൻ തുടങ്ങി. 10 ദിവസം ആയപ്പോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നാ പറഞ്ഞ. എനിക്ക് നീ എന്താ അമൃതാണോ തന്നേന്നാ ചോദിച്ചെന്നോട്. കാരണം അത്ര അവർക്ക് ശരീരത്തിൽ അത് റിസൾട്ട് വന്നു. അപ്പം നമുക്ക് അതിൽ തന്നെ നമുക്ക് ബോധ്യമാവുമല്ലോ, ഇത് ചെറിയൊരു പ്രൊഡക്റ്റ് അല്ല, അത്രയും നമുക്ക് ഒരു നാഡീനരമ്പിനൊക്കെ റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഞാൻ അത് കഴിച്ച് അവർക്ക് അത് കഴിക്കാൻ കൊടുത്തു. അവരത് കണ്ടിന്യൂ ആയിട്ട് ഒരു 6 മാസം നിർത്താതെ കഴിച്ചു. അവർക്ക് ആയി ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് കുറെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മെല്ലെ മെല്ലെ എണീറ്റിരിക്കാൻ തുടങ്ങി, പിന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങി, പിന്നെ സാധാരണ രീതിയിൽ അയാൾ പഴയ രൂപത്തിൽ എങ്ങനെയാണോ അതേ രീതിയിൽ എണീറ്റ് നടന്ന് ജോലിക്ക് പോകാൻ തുടങ്ങി. അത് ജോലി എന്ന് പറഞ്ഞാല് ഫിഷർമാൻ ആണ്, അതായത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ജോലിയാണ്. ഏറ്റവും കൂടുതൽ അധ്വാനമുള്ള ഒരു ജോലിയാണ് ആ ജോലി. എൻ്റെ ഹസ്ബൻഡിനും ആ ജോലിയാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ ഭയങ്കര സന്തോഷമായി. ആ കുടുംബത്തിലെ ഫാമിലിയിൽ ഒരു അംഗമായി ഞാന്. കാരണം ഒരു കുടുംബത്തിലെ അത്താണിയായിരിക്കാണ് ആ മനുഷ്യൻ. അവരെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കാര്യമില്ല. അപ്പൊ നമ്മളെ ബിസിനസ്സിലൂടെ വന്നിട്ട് നമുക്ക് ഒരു എന്താ പറയാ, ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന മുഴുവൻ നമുക്ക് കിട്ടി. അങ്ങനെയുള്ള എത്രയോ ആൾക്കാര് ഈ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് പല പല റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്വാസം മുട്ടല്, അലർജി, തുമ്മല് എന്നീ അസുഖങ്ങളുള്ളവര് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് അവർക്ക് പൂർണ്ണമായിട്ട് മാറിയ റിസൾട്ട് വരെ നമുക്കുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് മൂത്രാശയത്തിൽ കല്ലിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടർക്ക് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഒരാഴ്ചനുള്ളിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ യൂറി പ്ലസ് ക്യാപ്സൂളും സിറപ്പും ഞാൻ കൊടുത്തു.
പക്ഷെ കഴിക്കുന്നില്ല. എന്നോട് പറഞ്ഞ് ഇത് കഴിച്ചാൽ എന്റെ അസുഖം മാറും. ഞാൻ പൂർണ്ണമായിട്ടും മാറും. ഓരോ റിസൾട്ട് മൂപ്പർ തന്നെ കാണുന്നുണ്ടല്ലോ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട്. അപ്പൊ ഡോക്ടർ തന്ന മരുന്നിന്റെ കൂടെ തന്നെ ഞാൻ ഇത് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ 3-4 ദിവസം കൊണ്ട്, ഒരാഴ്ചയാണ് ഗ്യാപ്പ് പറഞ്ഞത് ഡോക്ടർ ഓപ്പറേഷത്തിന്. 3-4 ദിവസം കൊണ്ട് തന്നെ മൂത്രത്തിലൂടെ പൊടിഞ്ഞ് കല്ല് പുറത്തേക്ക് ഇങ്ങനെ പൊടിയായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഒരു ഓപ്പറേഷത്തിന്റെ ഒരു 3-ാമത്തെ ദിവസം, ഓപ്പറേഷൻ പറഞ്ഞ് എന്റെ 3-ാമത്തെ ദിവസത്തില് കല്ല് പുറത്തേട്ട് വന്നു. ഭയങ്കര പെയിനോട് കൂടിയിട്ട് ആ കല്ല് പുറത്തേക്ക് വന്നപ്പോഴാണ് ആശ്വാസമായത്. ഇതെന്തായാലും നമുക്ക് മറ്റുള്ളവർക്ക് എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതും ഹസ്ബൻഡിന് മനസ്സിലായി. അങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മൂത്രാശയ കല്ലുള്ള ആൾക്കാർ, അതായത് നമ്മൾ കടലില് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശരീരത്തിൽ ലവണങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു ഉപ്പ് രസമായിരിക്കും കടലിൽ പോകുന്ന ആൾക്കാരുടെ ശരീരത്തില്. അപ്പൊ അവർക്ക് പലതരത്തില് ഈ കല്ല് രൂപപ്പെട്ട് ഉണ്ടാവും. അങ്ങനെ മൂപ്പരും ഇതേപോലെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്ത് റിസൾട്ട് വരാൻ തുടങ്ങി.